സംഖ്യയോളെ ഗോദി മീഡിയ ചത്തു, നമ്മൾ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഗോദി മീഡിയ മാത്രമല്ല, RSSും ഒരു സൈഡിൽ നിന്ന് ചത്ത് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, പല കാര്യത്തിലും നമ്മുടെ മോദിജിയുടെയും നമ്മുടെ അമിത്ഷായുടെയും ഒക്കെ ഒരു കോൺഫിഡൻസ് ലെവല് ഭയങ്കരമായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. 10 വർഷം കൊണ്ട് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഫേക്ക് നരേറ്റീവ്സ് വെച്ചിട്ട് അവരാണ് വിശ്വഗുരു, അല്ലെങ്കിൽ ഇന്ത്യയാണ് വിശ്വഗുരു, മോദിജിയാണ് വിശ്വപുരുഷൻ, വിശ്വദൈവം, ബയോളജിക്കൽ ദൈവം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിരുന്ന ആ ഒരു വലിയൊരു ചക്രവ്യൂഹം ഉണ്ടല്ലോ, നമ്മളൊക്കെ അകപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ നമ്മളെന്നല്ല, ഈ സംഘികളും ഈ ഗോദി മീഡിയക്കാരും മറ്റ് പല ആൾക്കാരും അകപ്പെട്ടിരുന്ന ഒരു ചക്രവ്യൂഹത്തിന് തുള വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. കുറച്ച് കാലങ്ങളായിട്ട് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും കാലം നമ്മൾ മറച്ചു വെച്ചിട്ടുള്ള നമ്മുടെ വിദേശ പോളിസികളും, പ്രത്യേകിച്ച് നമ്മൾ അമേരിക്കൻ ട്രംപിൻ്റെ മുമ്പിൽ പോലെ വളഞ്ഞ കാര്യങ്ങളും, പിന്നെ നമ്മൾ ഗത്യന്തരമില്ലാണ്ട് പല രാജ്യങ്ങൾ നമ്മൾ കയറി നിരങ്ങി നടന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ട്രേഡ് ഞങ്ങൾക്ക് തരണേ, യൂറോപ്യൻ യൂണിയനിൽ ഞങ്ങൾക്ക് ട്രേഡ് തരണേ എന്നൊക്കെ പറഞ്ഞ് നടന്നെങ്കിലും ഇതൊന്നും നടന്നിട്ടില്ല. അതായത് യൂറോപ്യൻ യൂണിയനിൽ പോലും നമ്മൾ ട്രേഡ്, നമുക്ക് ഇന്ത്യ ആയിരിക്കും അവരുടെ മെയിൻ പാർട്ട്ണർ എന്ന് പറഞ്ഞ് നമ്മൾ നടന്നെങ്കിലും അതിൻ്റെ എഗ്രിമെൻറ്റ് സൈൻ ആയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതായത് ഒരു പ്രിലിമിനറി എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു, പക്ഷേ ഈ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ മൊത്തം അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് 2027 സൈൻ ആകോ ഇല്ലേ നമ്മൾ നോക്കണം. അത് അമേരിക്കയുടെ അപ്രൂവൽ അവർക്ക് ഉണ്ടെങ്കിൽ മാത്രം, അതല്ലെങ്കിൽ അവർ നമുക്ക് സൈൻ ചെയ്യാൻ പോകുന്നില്ല. അതൊക്കെ അവിടെ നിൽക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ, ഇന്ത്യ വിശ്വഗുരു, ലോകമഹാൻ, നരേന്ദ്രമോദിയുടെ അമ്പലം വരുന്നു, നരേന്ദ്രമോദി നമ്മുടെ വിശ്വദൈവമായിട്ട് മാറുന്നു, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഗോദി മീഡിയ, പ്രത്യേകിച്ച് നമ്മുടെ നാഷണൽ മീഡിയകളും കൂട്ടത്തിൽ നമ്മുടെ ഈ സംഘ സൈബർ ഓളികളും കാണിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു. അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഗോദി മീഡിയ ചത്തു, RSSും ചത്തു തുടങ്ങിയിട്ടുണ്ട്, വിഷം കുടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ ഇങ്ങനെ കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ചാകും എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും. ഇതാണ് ഇതിലെ കാര്യത്തിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ CJPയുടെ ഈ ഒരു പ്രൊട്ടസ്റ്റ് നമ്മൾ കണ്ടു അല്ലേ. ഇന്ത്യയിൽ ഏകദേശം ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 30% മേലെ വോട്ടേഴ്സ്, 40% വരെ വോട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 വയസ്സിന് താഴെയുള്ള ആളുകളാണ് പറയുന്നത്. അതായത് ജെൻസി വരും, ജെൻസിയുടെ കൂടെ തന്നെ ജെൻ ആൽഫ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അവരുടെ ഏജ് കൂടിക്കൂടി വരികയാണല്ലോ, അപ്പോൾ അവർ വരും. പിന്നെ മില്ലേനിയൽസിൻ്റെ ഒരു വലിയ വിഭാഗം, ഇത്രയും ആളുകളാണ് ഇന്ത്യയിലെ വോട്ടിംഗ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ. ഇവരാണ് ഇനി രാജ്യത്ത് ആര് ഭരിക്കണം ഭരിക്കേണ്ട എന്ന് തീരുമാനിക്കേണ്ടത്. എപ്പം EVMൽ കള്ളത്തരം ചെയ്തിട്ടില്ല എങ്കിൽ, SIR വെച്ചിട്ട് ആളുകളുടെ വോട്ട് കട്ട് ചെയ്തിട്ടില്ല എങ്കിൽ, SIR വെച്ച് ആവശ്യമില്ലാത്ത UPത്തെ വോട്ട് ബീഹാറിൽ കൊടുക്കുക, ബീഹാറിലെ വോട്ട് ഛത്തീസ്ഗഡിൽ കൊടുക്കുക, ഛത്തീസ്ഗഡിലെ വോട്ട് UPയിൽ കൊടുക്കുക, ഈ പരിപാടി ചെയ്തിട്ടില്ല എങ്കിൽ ഇവരാണ് ഇനി രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് സകല ചെറ്റത്തരങ്ങളും ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി ചെയ്തു. അതിനെ ഇങ്ങനെ പുഷ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗോദി മീഡിയ ചത്ത് കിടന്ന് പണിയെടുത്തു. അതായത് 2014 മോദി രാജ്യഭരണം ഏറ്റെടുത്ത സമയം മുതൽ നമ്മുടെ രാജ്യത്തെ സകല ചാനലുകളും വിലക്കെടുത്തത് നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകളായിരുന്നു. അതായത് ഹൈ എൻഡ് കോർപ്പറേറ്റുകൾ. ഈ കോർപ്പറേറ്റുകളുടെ ലാഭവിഹിതം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. 10 കൊല്ലം കൊണ്ട് 500 മടങ്ങും 600 മടങ്ങും അല്ലെങ്കിൽ 1000 മടങ്ങും വർദ്ധിച്ചു വന്നിട്ടുള്ള കോർപ്പറേറ്റുകളായിട്ടുള്ള അംബാനി, അദാനി, അത് ഇത് ഇവരൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ ഗോദി മീഡിയ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഓണേഴ്സ്. ഇവരെ കയ്യിൽ കിട്ടിയതോട് കൂടിയിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഈ കള്ളപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതും. അപ്പം അതിൻ്റെ ഒക്കെ ഒരു അന്ത്യം നമ്മൾ കണ്ടത് ഈ CJP പ്രൊട്ടസ്റ്റ് വന്ന സമയത്താണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ എടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഗോദി മീഡിയ അതിട്ടിട്ട് കറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഈ രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു യുവജന സംഘടന എന്നുള്ള രീതിയിൽ ഒരു മൂവ്മെൻറ്റ്, ഒരിക്കലും രാഷ്ട്രീയത്തിലോട്ട് വരാത്തൊരു മൂവ്മെൻറ്റ് രാജ്യത്തെ ജെൻസികളും അതിനെ സപ്പോർട്ട് ചെയ്ത് മില്ലേനിയൻസ് വരുന്നു. അതിൻ്റെ താഴത്ത് ഇവരാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ ചിന്തിക്കുന്ന ജെൻ ആൽഫ വരുന്നു. അപ്പോൾ ഇവരുടെ ചിന്താഗതി എന്താണെന്ന് ഈ ഒരൊറ്റ CJP പ്രൊട്ടസ്റ്റോട് കൂടി നമ്മുടെ മുമ്പിലോട്ട് തുറന്നു കെട്ടി. എത്ര ഗോദി മീഡിയക്കാർ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള ജന്തർ മന്ത്രമുള്ള പ്രക്ഷോഭങ്ങൾ നിങ്ങൾ കണ്ടു. ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾ പറ, എത്ര ഗോദി മീഡിയ, അതായത് ഗോദി മീഡിയ പേരുകളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, നമുക്കറിയാം ഗോദി മീഡിയ, നാഷണൽ മീഡിയാസ് പുറത്തോട്ട് വിട്ടിട്ടുള്ള ജന്തർ മന്ത്രമുള്ള പ്രൊട്ടസ്റ്റ് എത്ര പേര് അവരുടെ ചാനലിൽ ഇരുന്ന് കണ്ടു? 2-3% കാണുമായിരിക്കും. കാരണം അത് ഇഷ്ടപ്പെടുന്ന നമ്മുടെ നാട്ടിലെ സംഘയോളികൾ അത് കാണും. നമ്മൾ കേരളത്തിലോട് എടുത്തു കഴിഞ്ഞാൽ ഈ മലൻ TV പോലത്തെ, ക്രിമി ന്യൂസ് പോലത്തെ ചില യൂട്യൂബ് ചാനലുകൾ എടുത്തു കഴിഞ്ഞാൽ ഇവരല്ലാത്ത ബാക്കി എല്ലാവരും കണ്ടത് മറ്റ് സോഷ്യൽ മീഡിയ ചാനലുകളാണ്. പിക് TV പോലത്തെ എന്താ പറയുക, ഒരുപാട് അങ്ങനത്തെ ചാനലുകളുണ്ട്, യൂട്യൂബ് ചാനലുകളുണ്ട്, ഇൻസ്റ്റാഗ്രാം ചാനലുകളുണ്ട്. ഇവരുടെ വീഡിയോസാണ് ഇത്രയും കൂടുതൽ ജന്തർ മന്ത്രത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള ചാനലുകൾ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഗോദി മീഡിയക്കാരും അതുപോലെ നമ്മുടെ നാട്ടിലെ സംഘ യോളികളും
അതായത് സംഘ സൈബർ ഓളികളും എന്താണ് വിട്ടത്, അവിടെ ഈ പറഞ്ഞ ഗോദി മീഡിയക്കാർ അവിടെ പോയിട്ട് അവർ പരസ്പരം ഉമ്മ കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും വയറ്റത്ത് പിടിക്കുന്നതും, ഇവിടെ പറയുന്നില്ല പച്ചക്ക് പറഞ്ഞ മോശം, ഇപ്പോൾ പിടിക്കുന്നതും എടുത്തുള്ള വീഡിയോ എടുത്തിട്ട് ഇതാണ് ജന്തർ മന്തറിൽ നടക്കുന്നത്. അവിടുത്തെ ഈ പ്രക്ഷോഭകാരികൾ ഇവരുടെ ലൈംഗികപരമായിട്ട് അവരെ അറ്റാച്ച് ചെയ്യുന്നു, പിടിക്കുന്നു, അടിക്കുന്നു. പക്ഷേ സത്യത്തിൽ ഇതൊക്കെ ചെയ്തത് ഗോദി മീഡിയയിലെ ആങ്കറും അവളുടെ കൂടെ പോയിട്ടുള്ള ക്യാമറാമാനും അവരുടെ കൂടെ പോയിട്ടുള്ള ആളുകളും തന്നെ ആയിരുന്നു എന്നുള്ളത് നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ പച്ചക്ക് പൊളിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ എടുത്തിട്ടാണ് നമ്മുടെ നാട്ടിലെ സംഘ സൈബർ ഒളികൾ ഇതാണ് നടക്കുന്നതെന്ന് കാണിച്ചിട്ടുള്ളത്. അതായത് ഗോദി മീഡിയ സംഘ സൈബർ ഒളികൾ പറയുന്നതിൻ്റെ 99.9% പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് ഈ ഒരു ജന്തർ മന്തർ പ്രൊട്ടസ്റ്റിന് സമയത്ത് വന്നു. ഇതോടുകൂടി ഗോദി മീഡിയ കാണുന്ന ആളുകൾ 0% വരാൻ തുടങ്ങി. അതായത് രാജ്യത്തെ ഏറ്റവും വലിയൊരു പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് ഗോദി മീഡിയനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തിട്ട് ആളുകൾ കാണാൻ തുടങ്ങിയത് എന്താണ്, ഈ അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പച്ചക്ക് കാണിക്കുന്ന സോഷ്യൽ മീഡിയ ചാനലുകൾ കാണാൻ തുടങ്ങി, ജെൻസികളുടെ ചാനൽ കാണാൻ തുടങ്ങി, മില്ലേനിയൽസിൻ്റെ ചാനലുകൾ കാണാൻ തുടങ്ങി, ധ്രുവാട്ടി പോലത്തെ മറ്റു പോലെ കുറേ ആളുകളുടെ ചാനലുകൾ കാണാൻ തുടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. അതായത് ഗോദി മീഡിയ അവിടെ ചാവുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഗോദി മീഡിയന് നല്ലൊരു കിക്ക് കൊടുത്തു. അവിടെ കിടന്നിട്ട് ദീർഘശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഗോദി മീഡിയനെ നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഗോദി മീഡിയയുടെ ഓരോ ചാനലിലും TRP ഇപ്പം ഇല്ല, TRP സമ്പ്രദായം കഴിഞ്ഞ കുറച്ച് മുമ്പ് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരുടെ വീഡിയോസിൻ്റെ അല്ലെങ്കിൽ അവർ ടെലികാസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ വ്യൂസ് നിങ്ങൾ നോക്കണം. അതേ സ്ഥാനത്ത് യഥാർത്ഥത്തിൽ അവിടെ ന്യൂസ് കൊടുത്തിട്ടുള്ള പല ചാനലുകളും സോഷ്യൽ മീഡിയ ചാനലുകളുടെ വ്യൂസ് നിങ്ങൾ നോക്കുക. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടറിഞ്ഞിട്ടാണ് നമ്മുടെ അതായത് നമ്മുടെ വിശ്വഗുരു, നമ്മുടെ വിശ്വ ബയോളജിക്കൽ ദൈവം വന്നിട്ട് 3-4 റീലിട്ട് പോയി. പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. ഈ റീലിട്ട് പോയത് ഭയങ്കരമായിട്ട് ആൾക്കാർ കണ്ടു. എന്തിനാണ്? ട്രോളാൻ വേണ്ടിയിട്ട്. ഇങ്ങേര് പറയുന്ന ഊളത്തരങ്ങൾ അതേപോലെ അപ്പുറത്തെടുത്തിട്ട് ട്രോളാൻ വേണ്ടി ആളുകൾ അത് കാണാനും തുടങ്ങി. ഇതല്ലാണ്ട് ഗോദി മീഡിയ ചത്തു, RSS ചത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പാർലമെൻറ്റിലോട്ട് വരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ ഗോദി മീഡിയ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജന്തർ മന്ദറിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അന്ന് ജന്തർ മന്ദറിൽ എത്തിയിട്ട് അവിടെ രാഹുൽ ഗാന്ധിനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു. അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് തൂക്കിയെടുത്ത് പോകുന്ന പോലീസുകാർ പോലും രാഹുൽ ഗാന്ധിയുടെ ചെവിയിൽ പറയുന്നൊരു കാര്യമുണ്ട്, എങ്ങനെയെങ്കിലും ഈ വൃത്തികെട്ട ഭരണം നിങ്ങളൊന്ന് ഒഴിവാക്കിത്താ, ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ഞങ്ങൾക്കൊന്നും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ഈ രാജ്യത്ത് ഈ ഭരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റു ചില മീഡിയക്കാർ പുള്ളിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി ഇൻഫോർമലി അവരോട് കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ജോലി ചെയ്യണം, ഞങ്ങളുടെ മക്കളെ വളർത്തണം, ഞങ്ങളുടെ മക്കളെ പോറ്റണം, ഇതല്ലാണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ ഭരണത്തിലോട്ട് പോവുക. അതോടുകൂടി ഈ കോർപ്പറേറ്റ് കുത്തക എന്നുള്ളത് മാത്രമല്ല, കോർപ്പറേറ്റ് കുത്തകൾക്ക് വേണ്ടി വർഗീയത പറഞ്ഞ് ചെറ്റത്തരം പറയുന്ന ഗോദി മീഡിയനെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നിൽക്കുക, ഈ ഭരണത്തിന് രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുക എന്ന് പുള്ളിക്ക് നേരിട്ട് മെസ്സേജ് ചെയ്യുന്ന എന്താ പറയുക ഗോദി മീഡിയയിലെ സാധാരണ പ്രവർത്തകരെ പറ്റി പുള്ളി കഴിഞ്ഞ ദിവസം പച്ചക്ക് വന്ന് പറയണ്ടായി. അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഈ പാർലമെൻറ്റിൽ നിന്ന് ഈ പുറത്തു വരുന്ന സമയത്ത് ഗോദി മീഡിയ കംപ്ലീറ്റ്ലി പുള്ളിനെ വളയും. എന്നിട്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ പാർലമെൻറ്റ് മുടക്കുന്നത്, എന്തിനാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, എന്തുകൊണ്ട് പോലീസുകാർക്ക് അടി കിട്ടുന്നതെന്ന് ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധിനോട് ചോദിക്കും. അതേ സമയത്ത് പോലീസുകാരെ കൊണ്ട് പിള്ളേരെ അടുപ്പിച്ചിട്ടില്ല, പോലീസുകാരെ കൊണ്ട് പിള്ളേർക്ക് പെല്ലറ്റ് ഗണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല, പോലീസുകാരെ കൊണ്ട് AK-47 വെച്ചിട്ട് മേലോട്ട് വെടിവെച്ച് ഇനി നെക്സ്റ്റ് ഞങ്ങൾ നിങ്ങളുടെ മണ്ടയിലോട്ട് വെടിവെക്കും എന്ന് പറഞ്ഞിട്ടുള്ള അമിത്ഷായുടെ മുമ്പിൽ ഇവന്മാരൊക്കെ പച്ച പട്ടികളെ പോലെ, അതായത് ഒരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നക്കി തിന്ന് അതിൻ്റെ സ്നേഹം കാണിക്കുന്ന, യജമാന സ്നേഹം കാണിക്കുന്ന പട്ടികളെ പോലെ ഗോദി മീഡിയ ഇയാളുടെ കാല് നക്കി നടക്കുന്നതും നമ്മൾ കണ്ടു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഇതിങ്ങനെ റിപ്പീറ്റഡ്ലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പാർലമെൻറ്റിൽ പോലും വരാണ്ട് അല്ലെങ്കിൽ ലോക്സഭയിലോട്ട് കയറാണ്ട് തൻ്റെ എന്താ പറയുക ചേംബറിൽ വന്നിട്ട് അപ്പുറത്ത് ക്യാൻറ്റീനിൽ പോന്ന് കക്കൂസിൽ പോയിട്ട് തൂറയിട്ട് പോയിട്ടുള്ള നമ്മുടെ മന്ത്രിയെ കയ്യോടെ പിടിച്ചിട്ടുള്ള ഈ ഗോദി മീഡിയക്കാർ ചോദിച്ചത്, സാറേ ഡയനൊക്കെ നല്ലപോലെ നടന്നോ, സുഖമായിരുന്നോ, എല്ലാം അടിപൊളിയല്ലേ, സാറിൻ്റെ ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ടോ, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന അതേ സമയത്ത് ഇപ്പുറത്ത് രാഹുൽ ഗാന്ധിനെ കൊണ്ട് എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് ചോദിച്ചത്. ലാസ്റ്റ് ഡേയിൽ, അതായത് 18ാമത്തെ ദിവസം രാഹുൽ ഗാന്ധി തിരിച്ച് അവരോട് ചോദിച്ചു, ഈ എന്നോട് ചോദിച്ച ഏതെങ്കിലും ചോദ്യം നിങ്ങൾ അമിത്ഷായോട് ചോദിച്ചോ, എന്തുകൊണ്ട് പാർലമെൻറ്റിൽ വരുന്നില്ല, എന്തുകൊണ്ട് കുട്ടികളെ അടിച്ചതിനെ പറ്റി നിങ്ങൾക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല, എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ടില്ലേ എന്ന് പോലും നിങ്ങൾ പറയാൻ പറ്റുന്നില്ല, 24 മണിക്കൂർ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾ തിരിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കാൻ പറ്റുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി തിരിച്ച് ചോദിച്ച സമയത്തെ ഈ പറഞ്ഞ ഒരു ഗോദി മീഡിയക്കാരുടെയും അണ്ണാക്കിൽ പിരിവെട്ടിയ പോലെ മിണ്ടില്ല, കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയിരുന്നു അവർ. അതാണ് നമ്മളെ മുമ്പിൽ കാണിച്ചു തരുന്നത് ഏത് രീതിയിലാണ് ഇന്ത്യയുടെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നതെന്ന്. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ഈ ജനൻ TV അല്ലെങ്കിൽ മലൻ TV, ക്രിമി ചാനൽ, ഈ പറഞ്ഞ സകല സംഘ സൈബർ ഒളികളുടെ ചാനലിൽ കാണിക്കുന്ന ഒന്നുമല്ല രാജ്യത്ത് നടക്കുന്നത്. രാജ്യത്തിൻ്റെ 40% മേലെ വരുന്ന യുവജനത എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ ജന്തർ മന്ദറിൽ നമ്മൾ കണ്ടു. ഇനി അവിടെ നിന്നിട്ട്
CJP രണ്ടാമത്തെ പ്രൊട്ടസ്റ്റ് വരുന്നുണ്ട്. അവരെങ്ങോട്ടാണ് പോകുന്നത്? അവർ യന്ത്രമന്ത്രത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല ഇനി പോകുന്നത്. നീറ്റ് പരീക്ഷയിൽ വരുന്ന അപ്പർ ക്ലാസ്സിൽ വരുന്ന ആളുകളുടെ പ്രശ്നങ്ങളല്ല ഇനി നെക്സ്റ്റ് അവർ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അവർ നമ്മുടെ രാജ്യത്തെ പല ഗ്രാമങ്ങളിൽ സ്കൂളുകളുടെ അവസ്ഥ, അവിടുത്തെ വിദ്യാഭ്യാസ രീതി, അവിടുത്തെ ആളുകൾ ജെൻ ആൽഫ എവിടെയാണോ വളർന്നു വരുന്നത് അവിടെ പോയിട്ട് അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി സംസാരിക്കണം, അവർക്ക് വരുന്ന വിദ്യാഭ്യാസ ഇഷ്യൂസിനെ പറ്റി സംസാരിക്കണം. അതിനാണ് അവർ ഇറങ്ങിയിട്ടുള്ളത്. കാരണം നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഓരോ വർഷവും ലക്ഷക്കണക്കിൽ സ്കൂളുകളാണ് അടച്ചു പോകുന്നത്. കാരണം അന്ധഭക്തരെ ഉണ്ടാക്കണമെങ്കിൽ സ്കൂളുകൾ വരാൻ പാടില്ല. സ്കൂളുകളിൽ പഠിച്ച് വിദ്യാഭ്യാസം ഉണ്ട് കഴിഞ്ഞാൽ അന്ധഭക്തരെ ഉണ്ടാക്കാൻ BJPക്കോ RSSനോ സംഘപരിവാറിനോ പറ്റുന്നില്ല. അപ്പോൾ UPയിലൊക്കെ ലക്ഷക്കണക്കിൽ സ്കൂളുകൾ അടച്ചു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. അപ്പം അതിൻ്റെ കാരണം എന്ത്? നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ എന്താണ് പ്രശ്നം? എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ദിനം പ്രതി ഇങ്ങനെ എന്താ പറയുക പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുക? ഈ കൂടുന്ന സമയത്ത് സ്കൂളുകൾ അടച്ചുകൊണ്ടിരിക്കുക. അതെന്തുകൊണ്ടാണ്? അപ്പം അന്ധഭക്തരെ സൃഷ്ടിക്കണമെങ്കിൽ ബോധവും വിവരവും ഇല്ലാത്ത ഹൂതി 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 എന്ന് പറഞ്ഞ് നടക്കണേ അന്ധഭക്തരുണ്ടാക്കണമെങ്കിൽ രാജ്യത്ത് സ്കൂളുകൾ പാടില്ല, വിദ്യാഭ്യാസം പാടില്ല, പൊതുവിദ്യാഭ്യാസം പാടില്ല, ഉയർന്ന എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ പാടില്ല എന്നുള്ളത് കൊണ്ട് സ്കൂളുകൾ അടച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ ബഡ്ജറ്റിൽ ഏറ്റവും കുറഞ്ഞ പെർസെൻറ്റേജ് മാത്രമേ വിദ്യാഭ്യാസത്തിന് നമ്മൾ ചിലവാക്കുന്നുള്ളൂ. മറ്റു രാജ്യങ്ങൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൻ്റെ എമൗണ്ട് സ്കൂളുകൾക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് നേരെ തിരിച്ചാണ്. അത് ഏറ്റവും കുറവും വർഗീയതയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട ചിന്താഗതിയുള്ള ആളുകൾ ഭരിക്കുമ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുക. അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമില്ല. അപ്പം അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇനി CJP നെക്സ്റ്റ് ലെവലിലോട്ട് മൂവ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ജിയുടെ 2 ജിമാരുടെയും അണ്ണാക്കിലിട്ടിരുന്ന പടക്കം പൊട്ടിക്കുന്ന അവസ്ഥയിലാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പേടി അവർക്കുണ്ട്. ഗോദി മീഡിയയ്ക്ക് ഇത് കവർ ചെയ്യാനോ ആ വഴിക്ക് അടുപ്പിക്കാനോ ഈ പറഞ്ഞ ജൻസികൾ സമ്മതിക്കില്ല. ഗോദി മീഡിയ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചുട്ട അടി കൊടുത്തവന്മാരെ പറഞ്ഞേക്കും. ഇനി അവിടെ നടക്കുന്ന യഥാർത്ഥ കാര്യങ്ങൾ കാണണമെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ ചാനലുകൾ കാണേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഗോദി മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ചത്തു. കൂട്ടത്തിൽ RSS സംഘപരിവാർ ചത്തുകൊണ്ടിരിക്കുന്നു. ചത്ത് മലയ്ക്കുന്ന ഒരവസ്ഥ നമുക്ക് അധികം വൈകാണ്ട് കാണാൻ പറ്റും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക് ഷെയർ ചെയ്യാം. മറ്റുള്ള ആൾക്കാരുടെ അടുത്തോട്ട് മാക്സിമം ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.